മൈക്രോസോഫ്റ്റിൻ്റെ വിൻഡോസ് സിസ്റ്റം പണിമുടക്കിയപ്പോൾ ലോകം നിശ്ചലമായി. പല ശൃംഖലയിലുള്ള വ്യാപാര വ്യവസായ സ്ഥാപനങ്ങളിലൊക്കെ അവരുടെ സിസ്റ്റം തന്നെ റീസ്റ്റാർട്ടാവുന്നു, പണി നടക്കുന്നില്ല. നമ്മളൊരു വർഷങ്ങൾക്ക് പിറകിലേക്ക് പോകുന്ന രീതിയിലേക്കായി. ചിലതൊക്കെ അടച്ചിടേണ്ടി വന്നു. 911 സർവീസസ് ആണ് അഫക്റ്റ് ആയത്. നമുക്ക് കൂടുതലായിട്ട് നോക്കുന്നത് എയർപോർട്ടാണ്. ഈ എയർപോർട്ടിൽ ചെക്ക് ഇൻ ചെയ്യാൻ പറ്റുന്നില്ല. ഹോസ്പിറ്റൽസും അതെ. ഇപ്പോൾ എയർപോർട്ടിൻ്റെ ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെക്ക് ഇൻ ചെയ്യാൻ പറ്റുന്നില്ല. ഇത് എഴുതി കൊടുക്കുന്നു, നമുക്കിത് ഇപ്പോൾ സ്ക്രീനിൽ കാണാം, എഴുതി കൊടുത്തിട്ടുള്ള ഒരു വൈറലായിട്ടുള്ളൊരു ഇത്. ഇപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് നടന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു അവസ്ഥ? താങ്കളൊരു IT സെക്ടറിൽ ഉള്ള ആളാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്തായിരിക്കും? 911 സെക്ടറിലാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഈ സർവീസ് അഫക്റ്റ് ആയത്. 911 സർവീസസ് എന്ന് പറയുമ്പോൾ അതിൽ ഹോസ്പിറ്റൽസും ഏവിയേഷൻ അടക്കമുള്ള നിരവധി സെക്ടേഴ്സ് ഉണ്ട്. അതിൽ IT ഇൻഡസ്ട്രി ഒരു സെക്ടറാണ്. അപ്പോൾ ഇതിനകത്ത് വരുമ്പോൾ മെയിനായിട്ട് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഏവിയേഷനെ കുറിച്ച് ആദ്യം പറയാം. ഈ ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ നമുക്ക് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും മൈക്രോസോഫ്റ്റിൻ്റെ സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത്. നമ്മളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇടയ്ക്കൊക്കെ നമുക്കൊക്കെ വീട്ടിലിരിക്കുന്ന സിസ്റ്റത്തിൽ കിട്ടും ഒരു ബ്ലൂ സ്ക്രീൻ വരും, പിന്നെ അത് ഓൺ ആവാതിരിക്കും. ഒന്നുമില്ലെങ്കിൽ അത് നമ്മളുടെ സിസ്റ്റത്തിൻ്റെ എന്തെങ്കിലും മെമ്മറി ഔട്ടേജ് ഉണ്ടോ, അല്ലെങ്കിൽ സിസ്റ്റം ക്രാഷ് ആയതുകൊണ്ടോ, അതിൻ്റെ സോഫ്റ്റ്വെയറിൻ്റെ എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ, മൈക്രോസോഫ്റ്റിൻ്റെ ലേറ്റസ്റ്റ് വേർഷനിലുള്ള എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ ഒക്കെയാണ് സാധാരണ സംഭവിക്കാറ്. ബ്ലൂ സ്ക്രീൻ ഓഫ് ഡെത്ത് എന്നാണ് ഇതിന് നമ്മൾ സാധാരണ പറയാറ്. ഈ ബ്ലൂ സ്ക്രീൻ ഓഫ് ഡെത്ത് ആണ് ഇന്നലെ സംഭവിച്ചത്. ഇന്നലെ എന്താ സംഭവിച്ചാൽ പലരും സിസ്റ്റം റീസ്റ്റാർട്ടായി കഴിയുന്ന സമയത്ത് ഇത് ബ്ലൂ സ്ക്രീൻ വന്ന് വീണ്ടും നിൽക്കും. അവിടെ നിന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകില്ല. വീണ്ടും റീസ്റ്റാർട്ട് ചെയ്താൽ വീണ്ടും ബ്ലൂ സ്ക്രീൻ, അങ്ങനെയാണ് വരിക. അപ്പോൾ ഇതിനെ സംഭവിച്ചത് നമ്മളുടെ ഇതിനൊക്കെ അകത്ത് ഈ ക്രൗഡ് സ്ട്രൈക്കിൻ്റെ ഒരു ഫാൽക്കൺ സ്ട്രൈക്ക് എന്ന് പറഞ്ഞ സംഭവം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിനൊക്കെ സെക്യൂരിറ്റി തൊട്ട് നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ മൈക്രോസോഫ്റ്റിൻ്റെ അപ്ഡേറ്റ്സിൽ ഇവർ യൂസ് ചെയ്യുന്നത് ക്രൗഡ് സ്ട്രൈക്ക് എന്ന് പറയുന്ന ഒരു സെക്യൂരിറ്റി പ്രൊവൈഡറുടെ ഒരു സോഫ്റ്റ്വെയറാണ് ആക്ച്വലി മൈക്രോസോഫ്റ്റ് യൂസ് ചെയ്യുന്നത്. ഈ ആഗോള ബിസിനസ് സ്ഥാപനങ്ങളെല്ലാവരും അവരുടെ സൈബർ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് അവർ ചൂസ് ചെയ്യുന്ന ഇതാണ്. അതെ, ക്രൗഡ് സ്ട്രൈക്ക് ഒരു മേജർ സ്റ്റേക്ക് ഹോൾഡറാണ്. മേജർ സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറഞ്ഞാൽ ശരിക്കും ത്രെട്ട് മോണിറ്റർ ചെയ്യുന്നതിൽ ഏറ്റവും നമ്പർ 1 ആയിട്ട് നിൽക്കുന്ന ഒരു സ്ഥാപനം തന്നെയാണ് ക്രൗഡ് സ്ട്രൈക്ക്. മൈക്രോസോഫ്റ്റ് കസ്റ്റമർ ഓഫ് ക്രൗഡ് സ്ട്രൈക്ക്, അങ്ങനെയാണ്. അപ്പോൾ ക്രൗഡ് സ്ട്രൈക്കിൻ്റെ ഒരു സോഫ്റ്റ്വെയർ ആക്ച്വലി ഇതിനകത്ത് ഒരു അപ്ഡേറ്റ് പാച്ച് റണ്ണായതാണ്. അത് ഇന്നലെ രാവിലെ കറക്റ്റ് സമയം പറയുകയാണെങ്കിൽ 9:39 AM ISTക്കാണ് ഈ പാച്ച് റണ്ണാവുന്നത്. ഇന്ത്യൻ സമയം 9:39 രാവിലെ ഈ പാച്ച് ആക്ച്വലി റണ്ണായത്. നമ്മൾ രാവിലെ എഴുന്നേറ്റ് വാർത്തകൾ പരതുമ്പോൾ ഏറ്റവും ടോപ്പായിട്ട് പോകുന്ന വാർത്ത എന്ന് വെച്ചാൽ മൈക്രോസോഫ്റ്റ് നിലച്ചു. നമ്മൾ ഇതിനു മുമ്പ് നമുക്കിതൊക്കെ പെട്ടെന്ന് തിരിച്ചറിയാവുന്ന ഒരു സംഗതി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഫേസ്ബുക്ക് ഇടയ്ക്ക് വെച്ചിട്ട് ഇങ്ങനെ കിട്ടുന്നില്ല, വാട്സപ്പ് കിട്ടുന്നില്ല, ഇൻസ്റ്റാഗ്രാം കിട്ടുന്നില്ല. ഇതൊക്കെ നമ്മളുമായിട്ട് എപ്പോഴും സാധാരണ ആളുകളുമായിട്ട് എപ്പോഴും ഉള്ള സാധനമാണ്. ഒരു വാച്ച് കിട്ടുന്ന പോലെയാണ് നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ടും വാട്സപ്പും എല്ലാം. അപ്പോൾ അതേസമയം ഇതേ കാര്യമാണ് ഒരു എയർപോർട്ടിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ നിൽക്കുന്ന ആൾക്കാരും അതുപോലെ IT ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്ന ആൾക്കാരായാലും അങ്ങനെയുള്ള എന്തൊരു ഇൻഡസ്ട്രി ആയാലും ഇപ്പോൾ മൈക്രോസോഫ്റ്റിൻ്റെ സെർവർ യൂസ് ചെയ്യുന്ന ഒരുവിധം എല്ലാ സ്ഥലങ്ങളിലും ക്രൗഡ് സ്ട്രൈക്കിൻ്റെ ഈ ഒരു എഫക്റ്റ് കാരണം അല്ലെങ്കിൽ ക്രൗഡ് സ്ട്രൈക്കിൻ്റെ ഈ ഒരു അപ്ഡേറ്റ് കാരണം കൊണ്ട് ഇതെല്ലായിടത്തും എഫക്റ്റായി. അത് ഇപ്പോൾ ഈ IT സെക്ടറിൽ ഞങ്ങളടക്കമുള്ള ആളുകൾ ഇന്നലെ ഈ പറഞ്ഞ നിശ്ചയമായിരുന്നു. ഞങ്ങൾ മാധ്യമ പ്രവർത്തകരും അങ്ങനെ ഞങ്ങളെ താത്തിക്കെട്ടണ്ട. സ്കൈ ന്യൂസ് ഉണ്ട്, ഇന്റർനാഷണൽ ന്യൂസ് ആണ്. ഈ സ്കൈ ന്യൂസ് അങ്ങ് നിന്നുപോയി. അപ്പോഴാണ് ഞാൻ കൂടുതലായിട്ട് നോക്കുന്നത് ഈ സ്കൈ ന്യൂസ് ഒക്കെ നിർത്താൻ പാകത്തിന്. അതിലും എന്താണ് സൊല്യൂഷൻ എന്ന രീതിയിൽ ചിലപ്പോൾ പറയുന്നത് എന്തുകൊണ്ട് നമുക്ക് ആപ്പിളിലേക്ക് പോയിക്കൂടാ, മാക്കിന്റെ സിസ്റ്റത്തിലേക്ക്. അതെ, ഞാൻ അതിലേക്ക് എന്ന് വെച്ചാൽ ഈ മൈക്രോസോഫ്റ്റ് നമ്മൾ കൂടുതലായിട്ട് ഇങ്ങനെ ഒരു പണി കിട്ടി. ഇപ്പോൾ നോക്കൂ, ഹോസ്പിറ്റലുകൾക്ക് പ്രശ്നമുണ്ടായി, എയർപോർട്ടുകൾക്ക് ആൾക്കാർ യാത്ര ചെയ്യാതെ വിമാനങ്ങൾ റദ്ദ് ചെയ്യുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി. ഇപ്പോൾ അമേരിക്കയിലും UK-ലും ഓസ്ട്രേലിയയിലും മാത്രമല്ല നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ മാനുവലായിട്ട് എഴുതി കൊടുക്കുന്നൊരു പ്രവണത ഉണ്ടായി. ഒപ്പം ഓല അല്ലേ, ഇന്ന് രാവിലെ ഓലയുടെ CEO അദ്ദേഹം പറയേണ്ട അഗർവാൾ എന്ന് പറയേണ്ടതുണ്ട്. ഇതിനെക്കുറിച്ച് വീണ്ടും നമ്മൾ മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, അതായത് ഇപ്പോൾ നമ്മൾ മൈക്രോസോഫ്റ്റിൻ്റെ ഒരു ക്ലൗഡ് പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും മാറിക്കൊണ്ട് അവരിപ്പോൾ ഓൾറെഡി മാറിക്കഴിഞ്ഞു പോലെ അത് മാറണമെന്ന് ഇന്ത്യൻ ഗവൺമെൻറ്റിനോട് ഒരു സജഷൻ ആയിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ മൈക്രോസോഫ്റ്റിനേക്കാളും വമ്പൻ എന്ന് പറയുന്നത് എനിക്ക് ആൻഡ്രോയിഡ് സിസ്റ്റം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു മൊബൈൽ എടുക്കുമ്പോൾ ആൻഡ്രോയിഡിനേക്കാളും കേമനാണ് ആപ്പിൾ എന്ന് അല്ലെങ്കിൽ. അപ്പോൾ ഇത് അങ്ങനെ അത്തരത്തിലുള്ളൊരു മാറ്റം ഉണ്ടാവും. എല്ലാവരും അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും. മൈക്രോസോഫ്റ്റിന് ലൈസൻസ് ഉള്ള പോലെ ആപ്പിളിന് ആക്ച്വലി ലൈസൻസ് ഫീയോ അല്ലെങ്കിൽ ഇതൊന്നുമില്ല. പക്ഷേ അതിനുള്ള സിസ്റ്റത്തിൻ്റെ കോസ്റ്റ് ഭയങ്കരമാണ്. നമുക്ക് മാക് സിസ്റ്റത്തിനാണ് ലൈസൻസ് വരുന്നത് ആക്ച്വലി. അപ്പോൾ അതിനാണ് കോസ്റ്റ് വരുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇത് നമുക്ക് ഈ പറഞ്ഞ മൈക്രോസോഫ്റ്റിൻ്റെ ലൈസൻസിനെക്കാട്ടിലും കോസ്റ്റ്ലിയാണ്. അപ്പോൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫ്യൂച്ചറിൽ ഇവരൊരു പ്ലാനായിട്ട് വരികയാണ്, ഞങ്ങൾ ആക്ച്വലി ഈ പറഞ്ഞ പ്രൈസ് എല്ലാം റെഡ്യൂസ് ചെയ്ത് സ്ലാഷ് ഡൗൺ ടു 50% അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു. അതെ, അങ്ങനെയുള്ള എന്തെങ്കിലും ഈ പറഞ്ഞ പോലെയൊക്കെ മാറുകയാണെങ്കിൽ ഇതൊരു സാധ്യത മൈക്രോസോഫ്റ്റിന് നല്ല തിരിച്ചടിയാവും. പക്ഷേ ഇതിൽ മൈക്രോസോഫ്റ്റ് ചിന്തിക്കേണ്ട ഒരു കാര്യം, മൈക്രോസോഫ്റ്റിന് ഇങ്ങനെയുള്ള ഒരു സർവീസ് പ്രൊവൈഡറിൽ നിന്ന് കിട്ടിയൊരു
ഗ്ലിച്ച് അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി ത്രെറ്റ് മോണിറ്റർ ആയിട്ടുള്ള ക്രൗഡ് സ്ട്രൈക്കിൻ്റെ ഫാൽക്കൺ സെൻസറിൽ ഉണ്ടായ അപ്ഡേറ്റിൽ ഈ ഒരു സംഭവം ഉണ്ടായെങ്കിൽ മൈക്രോസോഫ്റ്റിൻ്റെ 7.11 തൊട്ടുള്ള വേർഷൻ്റെ മുകളിലുള്ള എല്ലാ യൂസേഴ്സിനും എഫക്റ്റായി. അപ്പോൾ ആക്ച്വലി ഇങ്ങനെ എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് പാച്ച് റൺ ആകുമ്പോൾ മൈക്രോസോഫ്റ്റ് വരെ ഡൗൺ ആക്കത്തക്ക രീതിയിലാണ് അവരുടെ സർവീസ് പ്രൊവൈഡർ അല്ലെങ്കിൽ ഒരു ത്രെറ്റ് മോണിറ്റർ സോഫ്റ്റ്വെയർ അതിനകത്ത് റൺ ചെയ്യുന്നത് എന്നൊരു വിഷ്വലൈസേഷൻ മൈക്രോസോഫ്റ്റ് നടത്തേണ്ടിയിരിക്കുന്നു. കാരണം ഇത് ആ രീതിയിൽ മുന്നോട്ട് പോയാലാണ് ഇത് എന്തായാലും. പക്ഷേ ഇനി വേറെ കാര്യമുണ്ട് കേട്ടോ. ഇതിൽ ഇപ്പോൾ CEO അത് മാപ്പ് പറയലും സംഭവങ്ങളൊക്കെ ഉണ്ടായെങ്കിലും ഇതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് എന്ന് പറയുന്നത് ഭയങ്കരമായിരിക്കും. കാരണം ഹ്യൂജ് ഇമ്പാക്റ്റാണ് ഉണ്ടായിരിക്കുന്നത്. ലോകം മുഴുവൻ നിശ്ചലമാകുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കൂ. 911 സർവീസുകൾ നിശ്ചലമാണ്. ഇന്നലെ എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റൊന്നും ക്യാൻസൽ ചെയ്തില്ലെങ്കിലും മറ്റു പല ഫ്ലൈറ്റുകളും ക്യാൻസൽ ചെയ്യേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. ചില ഫ്ലൈറ്റുകൾ വന്ന് ഇറങ്ങാൻ പറ്റുന്ന അവസ്ഥയാണ്. കാരണം നമ്മൾ ഇന്ത്യക്കാർ നമ്മൾ ടിക്കറ്റ് എഴുതി വിടും. അല്ല, എയർ ഇന്ത്യ ഇന്നലെ ക്ലിയർ ആയിട്ട് എയർ ഇന്ത്യ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എയർ ഇന്ത്യ ഒരു ഫ്ലൈറ്റ് പോലും ക്യാൻസൽ ചെയ്യുന്ന വന്നില്ല, ഡിലേ ചെയ്തിട്ടുണ്ട്. അത് പക്ഷേ അല്ലാതെ ഒരു ഫ്ലൈറ്റും ക്യാൻസൽ ചെയ്തിട്ടില്ല. പക്ഷേ ചില ഫ്ലൈറ്റുകളെല്ലാം ക്യാൻസൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഇന്നലെ. അപ്പോൾ ഒരു മനസ്സിലാക്കേണ്ട കാര്യം, ഈ മൈക്രോസോഫ്റ്റ് കുറച്ച് നേരത്തേക്ക് ഒന്ന് ഡൗൺ ആയപ്പോഴേക്കും നമ്മൾ ഈ ലോകം മുഴുവൻ ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ നിശ്ചലമാവുകയുണ്ട് അല്ലേ. ഈ നിശ്ചലമാവുന്ന അവസ്ഥയിൽ നിന്നും വീണ്ടും ഇന്ന് രാവിലെ നമുക്ക് എല്ലാം പഴയ പോലെ ആയി. ഞങ്ങളുടെ ലൈറ്റ് ഇൻഡസ്ട്രി ഇന്നലെ അതിനകത്ത് തന്നെ എല്ലാവരും തിരിച്ച് അതിൻ്റെ നെക്സ്റ്റ് ബാച്ച് റണ്ണായി എല്ലാവരും തിരിച്ച് ഓക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾക്ക് സപ്പോർട്ടുകൾ എല്ലായിടത്തും ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും സപ്പോർട്ടുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലായിടത്തും അത് അഗെയിൻ ബാക്ക് ടു വർക്ക് എന്ന രീതിയിൽ വന്നു. ഇൻഡസ്ട്രീസ് എല്ലാം അത് ഈ പറഞ്ഞ പോലെ എസ്പെഷ്യലി ഞാൻ എടുത്തു പറയുന്നത് ഏവിയേഷനും ഹോസ്പിറ്റലും. ഈ രണ്ട് കേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വിട്ടുകളയാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങളാണ്. കാരണം ഇത് രണ്ടുമാണ് നമ്മുടെ മേജർ ചങ്ക്സ് എന്ന് പറയുന്ന സംഭവങ്ങൾ. ഈ രണ്ടെണ്ണത്തിനെ നന്നായി എഫക്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളിലും തിരിച്ച് അഗൈൻ ബാക്ക് ടു സർവീസ് ആയിട്ടുണ്ട് രണ്ടും. പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിൽ നിന്നും മാറി ചിന്തിക്കേണ്ട അവസ്ഥയിലേക്ക് ആളുകളെല്ലാം ഇപ്പോൾ പല CEOമാരും ഇപ്പോൾ ഓലയുടെ CEO അഗർവാൾ വന്ന പോലെ പല കമ്പനീസിൻ്റെയും CEOs മാറി ചിന്തിച്ച് തുടങ്ങും. ഇതിന് അഗെയിൻസ്റ്റ് അവർ വന്നു തുടങ്ങും. എത്ര മാപ്പ് പറഞ്ഞാലും ഇതിൽ ചെയ്ത അവന്മാർ, അതായത് ഇതൊരു സെക്യൂരിറ്റി ത്രെഡ് ഒരു അപ്ഡേറ്റ് വന്നതാണ്. ആ അപ്ഡേറ്റ് ചെയ്ത ആളുകൾ അല്ലെങ്കിൽ അഥവാ അപ്ഡേറ്റിൽ പാച്ച് റൺ ചെയ്യാൻ വേണ്ടി അതിൻ്റെ ബിഹൈൻഡിൽ വർക്ക് ചെയ്ത QAs അടക്കമുള്ള ഡെവലപ്പേഴ്സ് അടക്കമുള്ള ആളുകളുണ്ടല്ലോ. ഇപ്പോൾ സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രി വർക്ക് ചെയ്യുമ്പോൾ അത്രയും ഉണ്ട്. അതിന് റെസ്പോൺസിബിലിറ്റി എടുക്കുന്ന ഒരു ഉത്തരവാദിത്തമുള്ള ഒരാളുണ്ടാവും. ഇത്രയും ആളുകൾ ഇതിനകത്ത് അഫക്റ്റഡ് ആണ്. കാരണം ഇവർക്കൊക്കെ ഇനി ആൻസറബിൾ ആയിരിക്കും. ഇത് ക്രൗഡ് സ്ട്രൈക്കിൻ്റെ CEO ഓൾറെഡി മാപ്പ് പറഞ്ഞാലും അദ്ദേഹം ഇതിന് റെസ്പോൺസിബിൾ ആണ്. മൈക്രോസോഫ്റ്റ് റെസ്പോൺസിബിൾ ഫോർ ദിസ്. ഇതിനകത്ത് ഇത് ഓരോ എംപ്ലോയും ഇതിനകത്ത് റെസ്പോൺസിബിൾ ആയിരിക്കും. ഇത് ഇവരെങ്ങനെ അഫക്റ്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ളത് കാത്തിരുന്ന് തന്നെ. കാരണം ഇത് കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ നമ്മൾ നോക്കിക്കാണുന്ന പോലെയല്ല. പലരും ഇതിന് അഗെയിൻസ്റ്റ് സ്യൂ ഫയൽ ചെയ്യാൻ പോകും. അങ്ങനെയുള്ള സമയത്ത് കോടികളായിരിക്കും മൈക്രോസോഫ്റ്റ് നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരിക. അങ്ങനെ കൂടുതൽ നഷ്ടപരിഹാരം കൊടുത്തു കഴിയുമ്പോൾ മൈക്രോസോഫ്റ്റ് ഏത് രീതിയിൽ കാണും അല്ലെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ മുന്നോട്ടുള്ള പോക്ക് അല്ലെങ്കിൽ ഭാവി എന്തായിരിക്കും എന്നുള്ളത് സംശയമാണ്. മൈക്രോസോഫ്റ്റിനുണ്ടായ ഒരു ചെറിയ പിഴവ്, ആ പിഴവിലൂടെ വമ്പന്മാർ ആ ഒരു സ്ഥാനം ഏറ്റെടുക്കുമോ എന്നുള്ളത് സൈബർ ലോകം കാത്തിരിക്കുകയാണ്. എന്തായാലും കാത്തിരുന്ന് കാണാൻ മറ്റൊരു വിഷയവുമായി വീണ്ടും ചേരാം. നന്ദി, നമസ്കാരം.